പഫ്സ് പോലെ ഇരിക്കുന്ന നല്ല ലെയറുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് മസാലയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനോ മുട്ടയോ ഒന്നും ഇല്ലാത്ത സമയത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി അരിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ അരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ സ്നാക്ക് തന്നെ നിങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും മൈദയും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. മൈദ ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിതേ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചേർക്കും 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ഓയിൽ എടുക്കാം. നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് നെയ്യ് എല്ലായിടെയും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പൊടിയിൽ എല്ലായിടെയും നന്നായിട്ട് പിടിക്കണ പോലെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നെയ്യ് നമ്മളിങ്ങനെ ചേർത്ത് കുഴയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളം തന്നെ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ കുറച്ച് ടൈറ്റിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് അത്യാവശ്യമൊക്കെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അവിടെ മാറ്റി വെക്കാം. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന അത്രയും നേരം വെച്ചാൽ മതി. ഒന്ന് അടച്ച് വെക്കാൻ നോക്കുക. പിന്നെ നമ്മളിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഏറ്റവും തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 1 കപ്പ് സവാള എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തത് ഏകദേശം 1 കപ്പ് ഉണ്ട്. അപ്പോൾ വലിയൊരു സവാളയൊക്കെ ആണെങ്കിൽ അത് മതി. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അവിലാണ്. അപ്പോൾ വെള്ള അവിലുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ ലൈറ്റ് ബ്രൗൺ കളറിലുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നമുക്ക് സവാളയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വെള്ളമൊക്കെ അവിൽ കുടിച്ചോളും. അപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് വരുന്ന സമയത്ത് നല്ല രസമുണ്ടാവും മസാല കഴിക്കാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചേർത്തതിന് ശേഷം ഇതിൽക്കൊരു പകുതി നാരങ്ങയും കൂടെ ഞാനൊന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം. പക്ഷേ നാരങ്ങയാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ്ങിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതൊരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാല നിങ്ങൾക്ക് പഫ്സിന് എടുക്കുന്ന മസാല എടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ടുള്ളത് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു മാവാണ് നമ്മൾ റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിലേക്ക് കയറിയിട്ടുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയി പോവും. പിന്നെ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇതേ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിരിക്കും നമുക്ക് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ 4 പീസാക്കിയിട്ട് എടുക്കാം. ഇതിൽ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്നില്ലെങ്കിലും വഴറ്റിയെടുക്കുന്നില്ലെങ്കിലും നമുക്ക് ഈ ഒരു പരത്തിയെടുക്കാൻ കുറച്ചൊന്ന് സമയം വേണം. പക്ഷെ നമുക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേറൊരു കൂട്ടും കൂടെ വേണം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ നെയ്യ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ പകരം ഓയിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. അതും ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ളൊരു മിക്സ് ആക്കിയിട്ട് നമുക്കിത് എടുക്കണം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം.
ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതവിടെ മാറ്റി വെക്കാം. നമുക്കിനി പരത്തിയതിന് ശേഷമാണ് ഈ കൂട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിനി 4 ബോൾസും പരത്തിയെടുക്കുന്നുണ്ട്. ഒരേപോലെ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. ഏകദേശം ഒരു ചപ്പാത്തിയുടെ ആ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. പരത്തുന്ന സമയത്ത് മാക്സിമം പൊടിയൊന്നും ഇടാതെ പരത്തിയെടുക്കാൻ നോക്കുകയാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ഓയിലൊന്നും ആക്കേണ്ട. ഓയിലാക്കി കഴിഞ്ഞാലും നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മൈദ ഇട്ടിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള 3 ബോൾസും പരത്തിയെടുക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ചപ്പാത്തിയുടെ ഒരു കനത്തിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും ആവുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ ബാക്കിയുള്ള 3 ചപ്പാത്തിയും റെഡി ആയിട്ട് ഉണ്ടാവണം. എന്നാലേ നമുക്കിത് വേഗം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ചപ്പാത്തി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഷേപ്പൊന്നും കുഴപ്പമില്ല. നമ്മളതൊന്ന് വലിച്ചൊന്ന് ആ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ പരത്തുന്ന സമയത്തും കുഴക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നെയ്യാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇത് വലിച്ച് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരേ ഷേപ്പിൽ നമുക്കിതാക്കി എടുക്കാൻ പറ്റും. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ ഇത് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് വീണ്ടും നമുക്ക് ആ ഒരു മിക്സ് തേച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ 4 ലെയറും ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ലെയറൊന്നും ഞാൻ കാണിക്കുന്നില്ല, ചുമ്മാ സമയം വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് വെച്ചിട്ട് നമുക്ക് സൈഡ് നന്നായിട്ടൊന്ന് വലിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ നമുക്ക് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. സൈഡ് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ 4 ചപ്പാത്തിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലെയറും അതുപോലെ തന്നെ ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ആക്കിയത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വലിയ മാതിരി ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-8 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ലെയർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്തും അത്രയും ലെയർ നമുക്ക് കിട്ടും കേട്ടോ. ഒരു പഫ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും കഴിക്കുമ്പോൾ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ലെയർ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഒരു മേൽഭാഗം അങ്ങനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം പരത്തിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതേ എല്ലാം അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കുഴൽ വെച്ച് പരത്തുന്നത് കാണിക്കാം. കുഴൽ വെച്ച് പരത്തുന്ന സമയത്താണെങ്കിൽ ഒരുപാട് പ്രസ് ചെയ്ത് പരത്തരുത്. കാരണം ഇത് നമ്മൾ പൊറോട്ടയൊക്കെ പോലെ നല്ല ലെയർ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ലെയർ അങ്ങ് വിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കി കൈ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെക്കുന്ന സമയത്ത് എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയ ആ വലിപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ മോമോസൊക്കെ ഉണ്ടാക്കിയില്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കിഴിയൊക്കെ പിടിക്കണ പോലെ നമുക്കിതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അടിഭാഗം എവിടെയും പൊട്ടി പോവാതെ ശ്രദ്ധിക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ലെയറായിട്ട് വിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ആ ലെയർ അങ്ങോട്ട് തുറന്നു പോകും കേട്ടോ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അടിവശമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എവിടെ അങ്ങനെ കീറിപ്പോവൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയെടുക്കുന്ന കാണിച്ചു തരാം. അപ്പം നമ്മൾ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്താൽ മതി. ആ ലെയറുള്ള ഭാഗം ഒരുപാട് അങ്ങ് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തിയിട്ട് നമുക്ക് ഉള്ളം കയ്യിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ലെയർ അഥവാ വിട്ടു പോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. കയ്യിൽ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എവിടെ അങ്ങനെ കാണാത്ത രീതിയിൽ ഫില്ലിങ്സ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. മൈദ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ചൂടുള്ള സമയത്ത് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരുമിച്ച് 3 ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാവ് വെച്ചിട്ട് ഞാൻ 7 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. 7 എണ്ണം കറക്റ്റാണ്. അത്യാവശ്യം സൈസ് ഉണ്ടാവും. നമുക്ക് ഒരാൾക്ക് 2 എണ്ണമൊക്കെ മതി അത്യാവശ്യം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്നിങ്ങനെ റെഡിയായി വരുമ്പോൾ അതിൻ്റെ മേലെയായിട്ട് എണ്ണയൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. കാരണം ഉള്ളിൽ നന്നായിട്ട് വേവാനുള്ളതാണ്. ഒരുപാട് ലെയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കായി 2-3 തവണയായിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി ആ ലെയറൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു കളറ്. ഇത്രയും മതി. ഇതിലങ്ങനെ ഒട്ടും തന്നെ എണ്ണ കുടിച്ചിരിക്കുകയൊന്നും ചെയ്യില്ല. ലെയറൊക്കെ ഇങ്ങനെ വിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ എടുത്ത് സെർവ് ചെയ്യാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒനിയൻ ഫില്ലിംഗ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് എഗ് ഫില്ലിംഗ് അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ഈ ഒനിയൻ ഫില്ലിംഗ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മുടെ കർണാടകയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സമൂസയിലൊക്കെ കാണുന്ന ഒരു ഫില്ലിംഗ് കൂടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ശരിക്കും കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല പഫ്സ് പോലെ നല്ല ലെയറായിട്ട് ഇരിക്കുന്ന ഉള്ളിലെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.